എല്ലാം ഇതിനകത്തോട്ട് പോകുന്നുണ്ട്. Hello guys, how are you? Food ready അല്ലേ? Innocent peoples, everyone. Nalla taste. ठीक है पुलाव Beef pulao हम नहीं खाते beef. ओहो माशाल्लाह चिकन पुलाव ओहो ഹേയ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ ഡെയിലി ഉള്ള ഓട്ടവും നടത്തമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് ഇരിക്കുകയാണ്. ഏകദേശം 7:30 മണിയായി. രാവിലെ വന്ന് അതൊക്കെ ചെയ്തപ്പോൾ എന്തോ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ. നമ്മളിപ്പോൾ ഓട്ടം തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു 8 ദിവസം 8 ദിവസമായി. ഞാൻ ഡെയിലി ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ട്. സോ ഒരു നല്ലൊരു ദിവസമാവട്ടെ നിങ്ങൾക്കും എനിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് നമുക്ക് പോവാം. ഇന്ന് രാവിലെ നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് നേരെ ഒരു കഫ്തേരിയയിലേക്കാണ്. ഒരു ചായ കുടിക്കുക, നേരെ പോയിട്ട്. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്, പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ആയിക്കോളും. ഒരാൾ കണ്ടാൽ മതി, പക്ഷേ ആ കാണുന്ന ഒരാളെങ്കിലും കമൻറ്റ് ഇടണം കേട്ടോ. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. സോ നമ്മുടെ ഡെയിലി റൊട്ടീനിലേക്ക് പോകാം. നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ. ഇവിടെ കഫ്തേരി എന്ന് പറയുന്നത് ചായക്കടേനാണ് കഫ്തേരി എന്ന് പറയുന്നത് കേട്ടോ. അറബിക് ലാംഗ്വേജ് അല്ലേ, ചായക്കടയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് വേറെ എന്താടേ പറയണേ. കഫ്തേരിയ മീൻസ് ചായക്കട. നമ്മളെ നാട്ടിലെ സംഭവമല്ല, നാട്ടിലെ പോലത്തെ ചായക്കടയാണ്. അതിന് നമ്മൾ കഫ്തേരി എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് ചായ വാങ്ങിയിട്ട് വരാടെ. അവിടെ അതാണ് ചായക്കട. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. മൊന്ത വെച്ചിരിക്കുന്നില്ല, മൊന്തയൊന്നും അല്ലടേ, അതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ. നാം കേ മാലു ये वाला मैं जाएगा. ഓക്കെ, നമ്മളൊരു ചായയൊക്കെ വാങ്ങിച്ച് ചായ എടുത്താൽ പിന്നെ പൈസയും കുറവാണ്. 1 ദിർഹംസേ ഉള്ളൂ ഫ്രഷ് ചായ ഇട്ട്. നമുക്ക് മറ്റ് സ്ഥലത്തൊക്കെ 2 ദിർഹംസ് കൊടുക്കണം. പൈസയും കൂടി നമ്മൾ നോക്കണ്ടേടേ. നമ്മൾ പൈസയും കൂടി നോക്കണ്ടേ. ഈ പറഞ്ഞ പോലെ കറക്കവും നടക്കണം, നമ്മളെ സേവിങ്സ് നടക്കണം. അതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. കറക്കം മാത്രം നടന്നു കഴിഞ്ഞാൽ സാമ്പത്തികത ഇടിഞ്ഞു പോവില്ല നമ്മുടെ. സോ നമുക്ക് പോവാം. ഞാൻ റെഡി ആയിട്ടൊക്കെ വരാം, ഓഫീസിൽ പോകണം. ഞാനങ്ങനെ റെഡിയായി വന്ന് ഫ്രഷൊക്കെ ആയി ഡ്യൂട്ടിക്ക് പോകണം. 9:15. ഇന്ന് നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ ഒരു സാധനം കൊണ്ട് കൊടുക്കണം, റോളയ്ക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് ഓർഡർ എടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓർഡർ ഇല്ല അന്ന്. അപ്പം നമുക്ക് ആ ഡെലിവറിയൊക്കെ ചെയ്യാം. അപ്പോൾ അത് കുറച്ചൊന്ന് ഫ്രീ ആവും. കുറച്ച് ദിവസമായി അയാൾ പറയണേ. ഒരു സാധനം കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കാണുന്നത്. എനിക്കാണെങ്കിൽ ആകെ ഉള്ളത് റോളയിലാണെങ്കിൽ ആകെ ഒരു ഒറ്റ കസ്റ്റമറേ ഉള്ളൂ, വേറെ കസ്റ്റമേഴ്സൊന്നുമില്ല. ഈ ഏരിയയിൽ കുറച്ച് പേയ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാകും, അതാണ് മെയിൻ റീസൺ. ഞാൻ പിന്നെ പുതിയ അക്കൗണ്ട് ഒന്നും ഓപ്പൺ ആക്കാത്ത, കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
ഇത് പാർക്കിംഗ് ഇടുന്ന ബൂത്ത് കണ്ട, അതാണ് പാർക്കിംഗ് ഇടുന്നത്. ഞാൻ പക്ഷേ അതല്ല, ഇതിങ്ങനെ കോയിൻ ഇടും. ഞാൻ പക്ഷേ ഫോണിലിടും മെസ്സേജ്. അപ്പോൾ നമ്മളെ ബില്ലാവും, ബില്ല് വരും മാസം എത്തി സ്ഥലത്താണ് എൻ്റെ സിം, അതിൽ ബില്ല് വന്നോളൂ മാസം ഞാൻ എത്ര യൂസ് ചെയ്തത്. അപ്പോൾ മെസ്സേജ് പോകുമ്പോൾ അവരെ നിന്ന് കട്ടായിക്കോളും. അവർ ഓൾറെഡി പേ ചെയ്യും, സിമ്മിന് പൈസ കട്ടായി. അങ്ങനെയാണ് പരിപാടി പാർക്കിംഗ് ഇടുന്നത്. ഞാൻ ദുബായിലൊക്കെ നമുക്ക് വേറെ സെറ്റപ്പൊക്കെ ഉണ്ട്, സെറ്റാണ് ദുബായിലിടുന്ന ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. വണ്ടി എവിടെ കിടക്കണമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിലാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പാർക്കിങ്ങിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്ത്, ആ ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ ഏത് ലൊക്കേഷനിൽ കിടക്കണം, ഏത് സോണിലുണ്ടോ, ഓരോരോ സോണിലും ഓരോരോ പേയ്മെൻ്റ് ആണ്. ഒരു സോണിൽ 6 ദിർഹംസ് ആണെങ്കിൽ ഒരു സോണിൽ 2 ദിർഹംസ് 4 ദിർഹംസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ കിടക്കുന്ന അവിടുത്തെ ലൊക്കേഷനിൽ ഇതാക്കിയിട്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റും. ഇത്ര 2 മണിക്കൂർ 2 മണിക്കൂർ 1 മണിക്കൂർ ആണെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ പേ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്, അത് സൂപ്പറാണ്. അപ്പോൾ നമ്മൾ വണ്ടി സ്ഥലം അറിഞ്ഞൂടാത്ത എവിടെയെങ്കിലും കൊണ്ടിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ആ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി, ആ പാർക്കിംഗ് ആപ്ലിക്കേഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൽ എവിടെയാണ് വണ്ടി കിടക്കണമെന്നൊക്കെ. കുറേ പരിപാടിയുണ്ട്, പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ ദുബായിൽ പാർക്കിംഗ് ഒക്കെ കിട്ടണേ. സിമ്പിളാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് പോവാം. രാവിലെ നമ്മളിതാ ഡെലിവറിയൊക്കെ കൊടുത്ത്, ഓർഡറൊന്നും ഇല്ലടേ, ശോകം അവസ്ഥയാണ്. സ്കൂളൊക്കെ ഓപ്പണായി, ഇപ്പം ട്രാഫിക്കും ഉണ്ട് നല്ല. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ മാർക്കറ്റിലൊക്കെ പോയിട്ട് ആ കിച്ചണിൽ വന്നിരിക്കുക. ഇവിടെ ഹാഷിം അല്ല, ഇത് നസീം ഹാഷിം അബി ഇപ്പം ഞാൻ കുറച്ച് ഹിന്ദിയിൽ സംസാരിക്കാം. ഇവരൊക്കെ ഹിന്ദി അറിയോ, മലയാളം അറിയില്ല. सो गाइस आप सुबह में मार्केट में गया, वो मार्केट करके वापस आया. और ये हम लोग का अकाउंटेंट है हाशिम, वो बॉम्बे वाला है, ये यूपी वाला है. ये दोनों भाई लोग है. ये हमका हमारा भाई भी है, ऐसा सेम चल रहा है अभी. ये हाशिम का भाई है, वो सिद्दीक छोटा भाई है. और एक भाई है रहान, वो बहुत अच्छा आदमी है. वो अभी उसको शादी क्लास हो गया, इसके लिए वो बुल्लुम में गया. अभी 2 महीने छुट्टी के लिए गया, वो वापस आएगा. टाइम हो गया उसका आने के लिए. अभी उनका 2 वो एक्सीडेंट भी हो गया. ओ माय गॉड, वो आएगा, क्या बाद हुआ? में हम जाएगा. वो बाइक से गिर गए. वो अभी आएगा, कुछ प्रॉब्लम है अभी. अभी वो लोग खाना लेके आया, वो बिरयानी बिरयानी. ये क्या है ना, ये क्या है? पुलाव. बीफ पुलाव हम नहीं खाते. ओ हो माशाल्लाह, चिकन पुलाव. ओ हो, चिकन है. चिकन है भाई, चिकन है. देखो कितना दरम है? 10 दरम को इतना बड़ा मिलेगा. सब वो 3-4 आदमी को खा सकते हैं. 4 आदमी को हाथ बंद करके खा सकते लेकिन हैं. रेस्टोरेंट का नाम नहीं बताएगा वो लोग. हाँ. रेस्टोरेंट का नाम नहीं बताएगा क्योंकि उसमें हमको कुछ मिलने वाला नहीं है. ओ शेरी तमरा. अभी देखा सिद्दीक डाला 2 पीस बड़ा वाला. सिद्दीक अभी जिम में भी जा रहा है. अभी इसका बॉडी दिखा भाई. बॉडी शंकर भाई आगे, शंकर भाई. अभी शंकर भाई भी आया मेरा. शंकर भाई क्या बनाया ना? सब्जी है, देखिएगा थोड़ा. ओ माय गॉड, कॉलीफ्लावर. कॉर्नफ्लावर. ये रे नसीम. और मैं खाया नहीं बार. സോ ഗൈസ്, അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ വിചാരിച്ചു റൂമിലോട്ട് പോകാം. അപ്പോൾ നമുക്കുള്ള ഫുഡ് അവിടെ ഓൾറെഡി റെഡിയാണ്. ഞാനവിടെ പറ്റി, പക്ഷേ ഞാൻ എന്താ വീഡിയോ റൂമിലോട്ട് കഴിക്കുന്നതൊന്നും എടുക്കാത്ത. ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന അതുകൊണ്ടല്ല എനിക്ക്. ഓ ക്യാ हुआ मैं ओके हिंदी में मैं अभी हिंदी में बात कर रही हूँ, सॉरी. खाना खाने के लिए मैं ऊपर जाए तो वीडियो अलर्ट नहीं हो जा रहा है. इसके लिए मैं खाना खाए वीडियो इसमें नहीं कर से. इसके लिए आप लोगों को मैं सॉरी बोल रहा है. अभी मैं खाना खा के बाद में शाम को वापस जाएगा मार्केट में, वो वीडियो अपडेट करेगा. सो आज का वीडियो में पसंद आ रहा है, मैं ऐसा कुछ कर रहा है. हाँ. और तुमको कुछ बोल सकते? बोल रहा है मैं थोड़ा सपोर्ट करो भाई का, हमारा नहीं सुबिन भाई का सपोर्ट करो थोड़ा. और हिंदी बोल रहा है, थोड़ा हिंदी सीख रहा है, थोड़ा हेल्प करो सीखने के लिए. अभी तक 4 साल हो गया, अभी तक सीख रहे हैं. ये बोल रहे हैं अभी तक सीख रहे हैं. 4 साल में 4 ही लैंग्वेज मिलेंगे आधा दर्जन.
4 साल में 4 ही लैंग्वेज मालूम पड़ा है अभी तक, अभी 5वां लैंग्वेज की कोशिश कर रहे हैं। साला तुम गाली दे रहे हो कौन? तुम? नहीं गाली नहीं दे रहा हूँ, चीट दे रहे हो, हमको मालूम नहीं है तुम गाली दे रहे हैं, चुमा दे अभी रहे हो। इसके लिए बोला 5वां लैंग्वेज तुमको हिंदी मालूम नहीं हुआ। ചിക്കൻ നമുക്കത് കുറച്ച് റൈസ് കഴിക്കാം ചിക്കനാണ് ये सान का वो दिखाओ ब्रांड। हाँ ഓ नल्ला സൂപ്പർ. सुपर। സോ ഗൈസ് അപ്പം നമുക്ക് ഈവനിങ് ആണ്. വൈകിട്ടായപ്പോൾ ഞാനൊന്ന് മാർക്കറ്റിലേക്ക് പോകണം, 2-3 കസ്റ്റമറൊക്കെ കാണണമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷേ ഏകദേശമുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഔട്ടാണ്, നമ്മുടെ സ്റ്റോക്കില്ല, സാധനം വരുന്നില്ല. 2 മാസം കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇല്ല നമുക്ക് നോക്കാം. ഇത് ഏതാ മരം എന്നറിയാം ഞങ്ങൾക്ക്? അന്ന് ഞാൻ കാണിച്ചു തന്നതേ, ഇത്രയും വലിപ്പം, ഇത് ഇത്രയും വലിപ്പം. वेपिला। हेलो मनोज, कुछ काम नहीं है? ये क्या है? स्पाइडरमैन। अभी मनोज अभी लिया 13 प्रो है। अच्छा है, वेरी गुड, नाइस गाय। ये चित्रा है हम लोग का, चित्रा वो तापा मीन्स नेपाल का हीरो। आई एम गुड ब्रदर। देखा इधर, देखा ये के नेपाल वाला कुछ लेडी लोग देखते तो इसको शादी करने के लिए कुछ लेडी देखो उधर नेपाल में। ओके लाजिम। अच्छा आदमी है, बहुत अच्छा आदमी है वो। अभी हमारा नागू भाई जा रहे हैं किचन में, मेरे वीडियो आ रहे, वो बोलते जल्दी भाग रहे हो। हाय सलाम अलैकुम। सलाम अलैकुम। वालेकुम सलाम रहमतुल्लाह। सलाम अलैकुम। तलपत विजयी, तलपति विजय अभी तक निकाला नहीं तू? तलपत विजयी आ गए। बोलो हिंदी बोलो। हिंदी बोलने के लिए बोल रहे हो, मैं भी सोचा हिंदी में बात करेगा। अभी हाशिम चाचू, ये देखो ब्लॉग बना रहे बेटा, ये ब्लॉग बना रहे। ഹലോ നമസ്കാരം. മലയാളം അറിയാവോ? പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? उसका बीबी को दिखा रहे हैं, मैं इधर व्लॉग बना रहे। बच्चा है, हाँ इसका बच्चा को देखे। बच्चा कितने उम्र है बाली भाई? कितना एज कितना है? सो गई बच्चा। हैं? कितना सो लो। कितना एज कितना है तुम्हारे बच्चे का? 3 ईयर। 3 इयर्स बच्चा को बता रहे, ये व्लॉग बना रहे। हेलो गाइस, हाउ आर यू? लाइक एंड सब्सक्राइब करो। तुम मलयालम में कुछ बताओ। नल्ला टेस्ट है। नल्ला टेस्ट है। ये रतन भाई है, खाली ओलिवा इसलिए खाना बनाएगा। बहुत हेल्थ केयर आदमी है, बहुत हेल्थ केयर है। देखा चेहरा, देखा उसका इतना सुंदर है, देखा। ഇന്നസെന്റ് പീപ്പിൾസ് എവരി വൺ. സന്ദീപേട്ടനെ കണ്ടു കുറച്ച് ദിവസത്തിന് ശേഷം. അന്ന് ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകാൻ എന്ന് പറഞ്ഞിട്ട് ഇന്നാണ് കാണുന്നത് പുള്ളിക്കാരനെ. അപ്പം ഞാൻ റൂമിൽ ഇരുന്നപ്പം സന്ദീപേട്ടൻ വിളിച്ചു, പിന്നെ ഞാൻ ഇങ്ങ് വന്നു. സോ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോവാം. സന്ദീപേട്ടനെ കൊണ്ട് നേരെ വന്നത് നമ്മളന്ന് നടക്കാൻ വരുന്ന സ്പോട്ടിലേക്കാണ് കൊണ്ടുവന്നത്. കാരണമൊന്നുമില്ല, നമുക്ക് കുറച്ച് നേരം കഥയൊക്കെ പറയാം, വർത്തമാനമൊക്കെ പറയാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാണല്ലേ.
കുറേ ദിവസമായി നമ്മളിന്ന് നടന്നിട്ടൊക്കെ. പക്ഷേ ഞാൻ ഇന്ന് നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ നടക്കാനൊക്കെ പോകും. ഇപ്പോൾ കാണാറുണ്ടോ രാവിലെ 6 മണി? ഫുഡ് അടിയല്ലേ? ആ ഫുഡ് അടി ഭയങ്കര കൂടുതൽ. വീണ്ടും തടിച്ചെന്ന് തോന്നുന്നു. വണ്ണം അങ്ങോട്ട് കുറയില്ല അങ്ങോട്ട്. നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. ചെറിയൊരു വണ്ണമല്ലേ ഉള്ളേ. എനിക്ക് 74 76 ഉണ്ട്. 24 കൂടുതൽ 85. ഓ ഇവിടെ ഞാൻ രാവിലെ പറഞ്ഞ പൊളിയാണ്. രാവിലെ നമ്മൾ എന്നും ഇവിടെയല്ലേ ഓടാൻ പറഞ്ഞ. ഇന്ന് വേറൊരു സ്ഥലത്താണ് പോയ. ഇന്ന് രാവിലെ നമ്മൾ ഇവിടെയാണ് വന്നത്. ഞാൻ വിചാരിച്ചു ഫുട്ബോൾ കളിക്കാൻ പോകുന്ന സ്ഥലമില്ല സ്പിന്നീസിൻ്റെ അവിടെ. സ്പിൻഡീസിൻ്റെ അവിടെയും വിചാരിച്ചു. അവിടെയും പോകും ഞാൻ. അവിടെ എപ്പോൾ പോയ ബാക്കിൽ അതിൻ്റെ ബാക്കി? നീ അന്ന് പറഞ്ഞു പോയില്ലേ ഫുട്ബോൾ കളിക്കാൻ പോവാന്ന്. പിന്നെ നിന്നെ കണ്ടില്ലല്ലോ. അന്ന് രാത്രി ഞങ്ങളുടെ റൂമിലുള്ള ചേട്ടൻ വന്ന് ചോദിച്ചു കളിക്കാണ്ട് വന്നു. ഞാനന്ന് പോയി. അന്ന് എൻ്റെ മറ്റേ കൂട്ടുകാരനെ ഞാൻ കണ്ടു. അത് അന്ന് കുജറയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ സംസാരിച്ചോ വന്ന്? ഇല്ല, അവൻ അപ്പുറത്ത് കളിക്കായിരുന്നു. അവിടെ കളിക്കാൻ പറഞ്ഞാന്ന് ഞാൻ ചോദിച്ചാ അമ്മാരോട്. പക്ഷെ ഞാനും പോയില്ല. ഞങ്ങൾ ഇപ്പുറത്ത് കളിച്ചു. ഞാനും പോയില്ല. കളിച്ചല്ലേ. റഷീദിയയിൽ ഒരു സ്ഥലം, പക്ഷെ അതിനേക്കാളും വലുതാണിത്. റഷീദിയയിൽ റഷീദിയയിൽ 2 സ്പോട്ടുണ്ട്. രണ്ടും അടിപൊളിയാണ്. ഒന്ന് പക്ഷേ ഇതിനേക്കാളും വലുതാ, ഒന്ന് ഇതിൻ്റെ ഇത് ചെറുതാ. നല്ല ഓക്സിജൻ കിട്ടില്ലേ. സ്പിന്നീസിൻ്റെ അവിടെ ബാക്കിൽ അവിടെ ഒരു വലിയൊരു പാർക്കില്ലേ. അത് ഇതിൻ്റെ ഇത് ചെറുതാ, ഇതാണ് വലുത്. ഈ മരങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ കൂടുതൽ മരങ്ങളുണ്ട്, അവിടെ കുറവാണ്. അവിടെ ഒരു ചെറിയൊരു പാർക്കാണ്. പച്ചപ്പും ഹരിതാപവും. പച്ചപ്പും ഹരിതാപവും. കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാം രാവിലെ. കാറ്റ്, നല്ല കാറ്റല്ലേ. ഇവിടെ ചൂടില്ലല്ലോ. ഇപ്പം ചൂടായി തുടങ്ങിയില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ ഉരുകും. നമ്മൾ ഇപ്പം തന്നെ ഉരുകി തുടങ്ങി. ഉരുകണം, നല്ല ശരിയാവും. അത് ഉരുകിന കൊഴുപ്പുരുകണല്ലോ. ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം കുറയണല്ലേ. ശരീരത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ അടിക്കില്ലേ. ഇത് ടർഫ്. ഇതൊക്കെ ഇവിടെ ഉള്ള സ്ഥലങ്ങൾ തന്നെ. അല്ലല്ല, ഇത് വേറെ സ്ഥലം, അത് വേറെ സ്ഥലം. പല പല സ്ഥലങ്ങൾ. സൈഡിൽ ലൈറ്റ് ഇട്ടിരിക്കണോണ്ട് കാണാൻ ഇത്തിരി ഭംഗിയുണ്ട്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോകാം. യോഗ ചെയ്യാൻ ഇപ്പോഴാ വെറുതെ ഇരുന്നതാ. അയ്യോ, എന്താ കഴിച്ച്? എന്ത് കഴിക്കാ? ഒരു മ്ലാച്ചത മൊത്തത്തിൽ. എന്ത് കഴിച്ചാലും സംഭവം എന്താണെന്നറിയോ, ഇവിടെ ഇപ്പം ഫുഡ് നമുക്ക് പറയാം, സംസാരിക്കാൻ പറ്റും. കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാം. അത് നിർത്തി വെക്കുക. ഇപ്പൊ പിന്നെ ഒളിവും മറവൊന്നുമില്ല, എല്ലാം ഇതിനകത്തോട്ട് പോകുന്നുണ്ട്. കൈ അങ്ങനെ പോയുള്ളൂ. അവിടെ നെയ്ച്ചതാ ഇവിടെ വന്നിരുന്ന് നല്ലൊരു സ്പോട്ട് ഇരിക്കാൻ പറ്റിയല്ലേ. അല്ലേ, നല്ലൊരു സ്പോട്ടല്ലേ. യോഗ ഇയാള് എൻ്റെ ഇടയിൽ യോഗ. അപ്പോൾ സോ ഗൈസ്, ഇന്നത്തെ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടില്ല. ഇതാണ് എൻ്റെ റൊട്ടീൻ നടക്കുന്നത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ആസ്വദിക്കുക.
അപ്പോൾ ബൈ ദ ബൈ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കണും കൂടെ ഓർത്ത്. നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.